ഈ സമൂദ് ഗോത്രം വസിച്ചിരുന്നത് എവിടെയാണ്? ഹിജാസിന്റെയും തബൂക്കിന്റെയും ഇടക്കുള്ള ഇന്നത്തെ ഹിജാസ്, മക്കയും മദീനയും ഒക്കെ അടങ്ങുന്ന സൗദി അറേബ്യയുടെ ഈ ഭാഗത്തുള്ള ഹിജാസ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെയും അവിടെ നിന്ന് അങ്ങ് ദൂരെയുള്ള തബൂക്ക് എന്ന് പറയുന്ന നാടിൻ്റെയും ഇടക്കുള്ള ഒരു പ്രദേശമായ സ്ഥലമായിരുന്നു അവർ വസിച്ചിരുന്നത്. ഹിജർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഹിജർ. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ഹിജർ ഉണ്ട്. അത് സമൂദുകാര് വസിച്ചിരുന്ന നാടാണ്. ദിയാർ സമൂദ് എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. സമൂദുകാരുടെ ഭവനങ്ങൾ, വീടുകൾ എന്ന ആ നാമത്തിലും ആ നാട് അറിയപ്പെട്ടിട്ടുണ്ട്. ആധുനിക സൗദി അറേബ്യയിൽ ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് മദായിൻ സാലിഹ് എന്ന പേരിലാണ്. മദായിനു സാലിഹ്, സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ സിറ്റികൾ, പട്ടണങ്ങൾ എന്ന പേരിൽ മദായിനു സാലിഹ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. മദീനയിൽ നിന്ന് ഒരു ഏകദേശം 400 കിലോമീറ്റർ ദൂരെയാണ് ഈ മദായിൻ സാലിഹ് എന്നറിയപ്പെടുന്ന സമൂദുകാര് വസിച്ചിരുന്ന അഥവാ സാലിഹ് നബി അലൈഹിസ്സലാം നിയുക്തമായ ആ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ മദീനയിൽ നിന്ന് ഏകദേശം ഒരു 400 കിലോമീറ്റർ തബൂക്കിലേക്കുള്ള വഴിയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആദ് സമൂഹത്തിന്റെ ശേഷമാണ് ഈ സമൂഹം ലോകത്ത് വന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ അതിരൂക്ഷമായ പ്രളയത്തിലൂടെ എല്ലാ കുഫാറുകളും നശിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് കപ്പലിൽ ബാക്കിയായിരുന്ന നല്ലവരായ ഒരു തലമുറയിൽ നിന്ന് പിന്നീട് ബാക്കിയായ ആളുകൾ വീണ്ടും മോശക്കാരായി അവരുടെ തലമുറകൾ പിന്നെയും പെറ്റുപെരുകി അവരിലും ശിർക്ക് വന്നപ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? ഹൂദ് നബി അലൈഹിസ്സലാം വന്നത്. അത് ഹൂദ് നബി അലൈഹിസ്സലാമാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ ശേഷം വന്ന പ്രവാചകൻ. അതേതായിരുന്നു ഗോത്രം? ആദ്. ആദ് ഗോത്രത്തിലേക്ക് വന്ന ആളായിരുന്നു. വഇലാ ആദിൻ അഖാഹും ഹൂദാ. ആ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ദഅവത്ത് നടത്തി. ആ ജനങ്ങളുടെ പരിഹാസവും അവരുടെ നിഷേധവുമെല്ലാം അത്യധികം രൂക്ഷമായപ്പോൾ അവർക്കും സംഭവിക്കേണ്ടത് സംഭവിച്ചു. മുച്ചൂടും ആദുകാർ നശിപ്പിക്കപ്പെട്ടു. അതിരൂക്ഷമായ സഖറഹ അലൈഹിം സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ, തുടർച്ചയായ നിലക്ക് 7 പകലുകളും 7 രാത്രികളും 8 പകലുകളും നീണ്ടു നിൽക്കുന്ന ശരശരേ എന്നടിച്ചു വീശുന്ന അതിശക്തമായ കൊടുങ്കാറ്റിലൂടെ ഹൂദ് അലൈഹിസ്സലാമിന്റെ ആദ് ഗോത്രം നിശേഷം തകർത്തെറിയപ്പെട്ടു. അങ്ങനെ പിന്നീട് അവിടെ ബാക്കിയായത് യഥാർത്ഥത്തിൽ ഹൂദ് അലൈഹിസ്സലാമിനെ പിൻപറ്റിയ തൗഹീദുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായിരുന്നു. പക്ഷേ അവരുടെ തലമുറ വളർന്നു കാലം കുറെ പിന്നിട്ടപ്പോൾ അവരിലും ശിർക്ക് വന്നു, അവരിലും ധിക്കാരം വന്നു. അപ്പോൾ അവരെ നന്നാക്കുവാൻ അള്ളാഹു അയച്ച പിൽക്കാല ദൂതനായിരുന്നു ആര്? സ്വാലിഹ് അലൈഹിസ്സലാം. ഓരോ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിരുന്നത് ചില പ്രത്യേകമായ നാടുകളിലേക്കും പ്രത്യേകമായ സമൂഹങ്ങളിലേക്കുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അതിന് അപവാദമായിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബുഇസ്തു ഇലന്നാസി കാഫത്തൻ ബശീറൻ വനദീറ, ഞാൻ സർവ്വസമൂഹങ്ങളിലേക്കുമുള്ളതാണ്. എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരൊക്കെ പ്രത്യേകം സമൂഹങ്ങളിലേക്കായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ജനങ്ങളിലേക്ക് മുഴുവനായും നിയോഗിക്കപ്പെട്ട ദൂതനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമാനപൂർവം അള്ളാഹു അവിടുത്തേക്ക് നൽകിയ സ്ഥാനത്തെ നിഅമത്തെന്ന നിലക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം സാലിഹ് നബി അലൈഹിസ്സലാം മദായിനു സാലിഹ് എന്ന് ഇന്നറിയപ്പെടുന്ന അൽ ഹിജർ എന്ന് അന്നറിയപ്പെടുന്ന ഇന്നത്തെ ഹിജാസിന്റെയും തബൂക്കിന്റെയും ഇടക്കുള്ള പ്രദേശത്തേക്കായിരുന്നു സാലിഹ് അലൈഹിസ്സലാം വന്നത്. അവിടെയാണ് സമൂദ് ഗോത്രം വസിച്ചിരുന്നത്. ആ സമൂദ് ഗോത്രത്തിലെ തന്നെ ഒരു മെമ്പറായിരുന്നു, ആ നാട്ടുകാരനായിരുന്നു ആര്? സാലിഹ് നബി അലൈഹിസ്സലാം.